അണ്ടേരും വെള്ളേരും കൊട്ടേരും കുത്തി ദേവാലമഹാഭാരം കാലിട്ടാരവിടെ ഭാരമായി ഏഴുമനാം എടുക്കാൻ പറയുന്നത് ഞാൻ നീ എവിടെ പഠിക്കുന്നത്? ഡിപ്ലോമ ചെയ്യല്ല. ദൈവനേത് വൈക്ക് പറയും സന്തോഷിക്കുന്ന പ്രായത്തിൽ എല്ലാ വിഷമവും ഇതിലും വലിയ ദുഃഖം തന്നെ ചിലപ്പോൾ തരാനില്ല നമുക്കിതാണ്. ഇനി ദൈവം വിധിച്ച വിധിയിലേ ഞാൻ പോവാം. സന്തോഷിക്കുന്ന പ്രായത്തിൽ നാഥനായിട്ടും വഴികാട്ടിയായിട്ട് പറയാൻ ഇരുട്ടിൽ നിൽക്കുമ്പോഴും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം. സ്വന്തമായിട്ടൊരു കാവലിക്കാരനില്ലെങ്കിൽ മറ്റ് കാണുന്ന കാഴ്ചകൾ മാറില്ലേ, മാറില്ലേ, കൂടപ്പുറപ്പൊന്നും ഇല്ലേ കണ്ടു തന്നെ മാറില്ലേ. ഒരു കാവലിക്കാരനില്ലെങ്കിൽ ഇന്ന് കാവലിക്കാരനാരല്ല അല്ലേ? കൂടെ നിൽക്കുന്ന കരുതിയവര് പോലും കൊണ്ടും ആരുപേക്ഷിച്ചാലും ദൈവം നമ്മെങ്ങനെ മുന്നോട്ട് പോലും നമ്മളെ പ്രാർത്ഥന കൊണ്ട് നമ്മളെ പരിശ്രമം കൊണ്ട് ഇന്ന് ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യം പറഞ്ഞോ, ഒന്നും ഉണ്ടായി എങ്ങനെ കഴിയില്ലെന്ന് വിചാരിച്ചില്ല. എന്തിനും വാശി പിടിച്ചാൽ ഇത് വേണമെന്നില്ല. അമ്മയെന്ന് വിളിക്കുന്നവരിക്കൂല്ലേ, ഇവൻ വേണമെന്നുണ്ടാ? ഇവന്ന് സ്നേഹം കൊടുത്തവർ നിന്നെ വേണമെന്നുണ്ട് നിന്റെ കാര്യങ്ങൾ എത്തിക്കാൻ. ഇത് ദൂരെ ആണെങ്കിൽ അവരില്ല. സ്വന്തം കാര്യം എന്ന് പറയുമ്പോൾ അവിടെ വെക്കും, നാലാളെ കാര്യം മുന്നിൽ. എൻ്റെ കാര്യം വീട്ടിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ അതാണ് നിങ്ങളുടെ ചെയ്യാം. മറ്റു ചിലർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന് മുന്നിലായിരുന്നു വീട്ടിൽ നിൽക്കൽ കുറവില്ല. എന്തിനാ ഒരു കൊത്തി രണ്ട് കണ്ട അതിൻ്റെ വാശിയില്ലേ? അതാ പറഞ്ഞ് അതല്ലേ, അതുകൊണ്ടെന്നാ പറഞ്ഞത് നമ്മ അന്ന് ചെയ്ത് മറ്റുള്ളവർ കൊണ്ട് അനുഭവിക്കുന്ന പറഞ്ഞില്ലേ, ഉപ്പ് തിന്നവൻ അപ്പം ഇതിനെ കൊണ്ട് അനുഭവിക്കണ്ടേ ഇല്ലേ? വാശിയൊന്നും തെറ്റായ വൈക്കൊണ്ട് തന്നെ അതുപോലെ നല്ല വഴി പോരെ. ഇതൊന്നേ ഉള്ളൂ, മൂന്നുണ്ട്. അതിനെടുക്കണം പ്രായം കഴിഞ്ഞു, അതിനൊന്നും എടുക്കാൻ ഭാരം കൂടാവും. എത്ര പുത്രിമാരാ? 3 പുത്രിമാരാ. അങ്ങനെ ആയി തോന്നിയാ കിട്ടിയത് എത്തിയല്ലേ? ആശിച്ചതെല്ലാം കിട്ടണമെന്നില്ല. ആശിച്ചതെല്ലാം കിട്ടിയ പിന്നെ ദൈവം വേണ്ട. നമുക്ക് ആഗ്രഹിച്ചതെല്ലാം കിട്ടിയ പിന്നെ ദൈവത്തിന് ആരും വിളിക്കുക ഇല്ല. കിട്ടിയതിനെ കൊണ്ട് തൃപ്തിപ്പെടലല്ലേ ജീവിതം, ഇല്ലതിനെ കൊണ്ട്. ഞാൻ പറയുമ്പോൾ കൂറ്റാട്ടം ഇതാണ് ആ മുത്തപ്പ അങ്ങനെ വേണ്ടി. അതെന്നെ കൈപിടിച്ചാലേ എൻ്റെ കയ്യിലില്ലത് അവരെ തിരിക്കുക.
അത് ഇത് ഇളകാൻ നോക്കണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും പോയിക്കൂടാന്ന് കരുതിയിട്ട അല്ലേ അല്ല എൻ്റെ കയ്യിലുള്ളത് അവരെ പിന്നെ അവർ പോറ്റണം, വഴി കാട്ടി കൊടുക്കണം ഞാൻ അല്ലേ. ഇതിൻ്റെ പറ്റിക്കാൻ എടുക്കാതെ ഇവിടെ പറ്റിക്കാൻ അല്ലേ സ്നേഹം കൊണ്ട് നടിച്ചാൽ മതി. അത് പറ്റും ഇല്ലേ? അങ്ങനെയല്ലേ? ഇതിന് കൊടുത്താലും തിരിച്ചു കിട്ടിയത് കൊടുത്ത സ്നേഹം, വിശ്വസിച്ച് കൊടുത്ത സ്നേഹത്തിന് പോലും വരില്ലാതെ ഇല്ലേ? ഉദിച്ചതുപോലെ ഇത് മാറ്റി ഉദിച്ച കാലം ഇഷ്ടപ്പെട്ടത് പോലും മാറ്റി ഉദിച്ച് അത് എന്ത് പറഞ്ഞാൽ വിശ്വസിക്കുന്ന വിശ്വസിച്ച് അത്രക്കും അതിനെ വിശ്വസിച്ച് പറ്റും. നിന്റെ കാര്യമായ നിനക്ക് തരാന്ന് പോലും പറഞ്ഞിട്ടില്ല. ഉണ്ട് എന്റെ നീ പ്രതീക്ഷിച്ചത് പോലെ ആയാല് ദൈവത്തിന് ഈ തന്നതല്ലൊരു കാരണമാവട്ടെ അല്ലേ? ഈ തന്നത് നല്ലൊരു കാരണമാവട്ടെ കേട്ടോ. ഇതെന്നത് എന്നോട് വിളിക്കില്ല. അവിടെ വെറുതെ അവിടെ നിന്നാലും സുഖം കിട്ടൂലല്ലേ? ഇവിടെ ഇവിടെ അന്യദേശത്ത് പോകുമ്പോൾ അവിടെ ഒരു നമുക്കില്ലേ പ്രവൃത്തി പറയുന്നത് അതിനുള്ള ശ്രമം ചെയ്യുന്നുണ്ട്. അവിടെ ചെയ്യണം. അന്നേരം ശ്രമിച്ചിട്ട് കാര്യം സാധിച്ചിട്ടില്ല, വീട്ടിൽ ചെയ്യണം. തന്നാൽ നീ പോയിട്ട് വന്നിട്ട് ആദ്യം എനിക്കിടെ തരുവാ. പണിയെടുത്താൽ കൂലിയാൻ വാങ്ങുക. ഇതുപോലെ വലിയ ആരംഭമൊന്നുമല്ല എനക്കൊരു അല്ലേ, അല്പമെങ്കിലും എന്നെ കൊണ്ട് കഴിയുമ്പോൾ ഞാൻ അറിയിച്ചു. ഇനി പോകുമ്പോൾ നീ പോയിട്ട് വരുമ്പോൾ വെറും കൈയോട് ആക്കൂല. എനിക്കാളൊരു പ്രവൃത്തി ഉണ്ടെന്ന് തിരിച്ച് ഞാൻ പറയും പോരെ. അതിനുള്ള അറിവും വിധി നിനക്കുണ്ട്. ഇതിൻ്റെ കാര്യമോ ഇതിൻ്റെ പിതാവിൻ്റെ ഭാഷയിൽ അതിലെങ്കിൽ ആ മക്കൾക്കൊരു ആപത്ത്, ആ മക്കളെ ചിറകിലൊരു തളർച്ച വരുത്താതെ ഇതൊന്നും ഭംഗിയിൽ കൊടുത്തൂടാ കേട്ടോ. എല്ലാം വേഗം മാറ്റി കൊടുക്കണം. എന്നാ പ്രവൃത്തിയെ സുഖത്തിനില്ലേ? ഇതിലേതാ മുഴുവൻ മൊത്തം ചെയ്യുന്നില്ല. നാട്ടുശാസ്ത്രം പഠിക്കുന്നുണ്ട്. അതല്ല മാനിൻ്റെ കണ്ണെല്ലാം വരച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്തിനാ മാൻകണ്ണ് വരയ്ക്കുന്നത്? നയനത്തെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള നയനം മാനിൻ്റെ കണ്ണ് അല്ലേ? നിങ്ങൾ ചെയ്യുന്നത് നാട്ടുശാസ്ത്രം പഠിച്ചു അല്ല. കാര്യം ഇന്ന് പറഞ്ഞാൽ നാളെ നോക്കുക. പക്ഷെ വേണ്ടാത്തതിന് വാശി പിടിച്ചിട്ടുമില്ല. കാര്യം അങ്ങനെയല്ല. ശങ്കര സുലഭമായിരിക്കണം നമുക്ക്. ആഗ്രഹങ്ങളേറെ സാധിക്കണമെങ്കിൽ വൈകാട്ടി കിട്ടൂല. ഒന്നുമില്ലാത്ത എത്തിക്കത്തില്ല. വൈകനാണ് ആവൂലെന്ന് പറഞ്ഞു. ഇല്ലേ കഴിയും വരെ പറഞ്ഞേക്കണ്ട, അത് ഇവിടെ എത്തൂലാന്ന് പറഞ്ഞവരില്ലേ? നിന്റെ കഴിവ് കൊണ്ടും നിന്റെ അറിവ് കൊണ്ടും അവിടത്തേക്ക് എത്തില്ലേ? സ്ഥിരമായൊരു പ്രവൃത്തിയിലേക്ക് എത്തിക്കട്ടെ, നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കട്ടെ. ആരാരുമില്ലാത്തവർക്ക് ആരുണ്ടാവും? നമ്മൾ വിശ്വസിക്കുന്ന ദൈവമുണ്ടാവും. അത് മുട്ടപ്പനാവും. നമ്മൾ പറഞ്ഞ പോലെ കളവില്ലാത്ത മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവം, ആരാരുമില്ലാത്തവർക്ക് ആശ്രയം ദൈവമാണ്. നമുക്കൊന്നും സാധിക്കൂലെന്ന് തോന്നുമ്പോൾ നമുക്ക് ആശ്രയം എന്നാ നിങ്ങളുടെ ആശ്രയം ദൈവമല്ലേ? ആ ദൈവം നിങ്ങളെ കൈവിട്ടിനാണ്. എല്ലായി ഇതെല്ലുണ്ട്, എല്ലാം ഉണ്ട്. ഇവരെ ആഗ്രഹം എന്നാന്നല്ലേ ചുറ്റുമുള്ള നാലാളെപ്പോലും എന്റെ കൂടെയുള്ളവരെ പോലും വീട്ടിലേക്ക് ക്ഷണിക്കാൻ മടിക്കുന്നുണ്ടല്ലോ. കാണുന്ന കാഴ്ചയിലത്
പറയാനുണ്ടോ അതിലേക്ക് സങ്കടം വേദനിപ്പിച്ചത് സുഖം കൂടെ പറയില്ല. അവനവൻ്റെ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ ആത്മസുഖത്തിന് ആയിടണം അല്ലേ? സ്വന്തം സുഖത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് അതിലൂടെ മറ്റുള്ളവർ അല്പമെങ്കിൽ സന്തോഷിക്കണം. അല്ലെങ്കിൽ ചെയ്യുന്നതിനർത്ഥം അങ്ങനെ ദൈവമായാൽ നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ മറ്റുള്ളവർ അല്പം എന്താ പറയുക, എല്ലാവരും പോയി ദൈവം പ്രകാശില്ല. കുട്ടി വിഷമില്ല, അന്നന്ന് പ്രയോജനം അന്നന്ന് കഴിയുന്ന അതിലൊരു തടസ്സം വന്നിട്ട് അല്ല അതിനാ ഒരു മാർഗ തടസ്സം വരുത്താതെ ഏറ്റവും വലിയൊരു ശത്രുവിനെ കീഴ്പ്പെടുത്താൻ ഏറ്റവും വലിയ ആയുധം സ്നേഹമല്ല. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയാൽ ആളെ തോൽക്കാൻ പറ്റുമായിരിക്കും, വിജയിക്കാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും എത്ര വലിയ ശത്രുവിനെയും കലിയുഗത്തിൽ ഏറ്റവും നല്ല ആയുധം പറയാം സ്നേഹം കൊടുത്തിട്ട് അവനെ കീഴ്പ്പെടുത്തി തിരിച്ചറിവ് കൊടുക്കുക അല്ലേ? ഈ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല, തിരിച്ചറിവ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒരു കാലത്ത് നമ്മളെ വിട്ട്. അപ്പം ഏറ്റവും വലിയ ആയുധം സ്നേഹം. അതുകൊണ്ട് നമ്മളോട് അല്പം കാര്യം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയും. അതുകൊണ്ട് എല്ലാവർക്കും ഫ്രീ ആണ്. ഒരു ദിവസം തന്നെ മാറുക. അസുഖം അറിയില്ല, ശരീരത്തിനൊരു അസുഖമുണ്ട്, അതില്ലാതെ പറയും. മാറാത്ത രോഗമൊന്നല്ല, ഇന്നും അവരത് വൈദ്യന്റെ ആയുധം വെക്കാതെ ദേഹം മുറിക്കാതെ ഞാൻ കട പറഞ്ഞു. ബന്ധുക്കളുണ്ട് അങ്ങനല്ലേ പറയുന്നത്.